സൂറത്തു നിസായിലെ 7-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് തൻ്റെ പെൺകുട്ടികൾക്ക് യാതൊന്നുമില്ല, ഭർത്താവിൻ്റെ സ്വത്തുക്കളെല്ലാം സഹോദരന്മാർ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന് പരാതി പറഞ്ഞുകൊണ്ട് നബിയുടെ മുമ്പിൽ വന്ന സമയത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ നിശ്ചിത ഓഹരി ഉണ്ട് സ്വത്തിൽ. അതുകൊണ്ട് ഇനി അത് കൈകാര്യം ചെയ്യുന്നത് നിർത്തിവെക്കണം എന്ന് സഹോദരന്മാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറക്കിയ ആയത്തായിരുന്നു കഴിഞ്ഞ 7-ാമത്തെ വാക്യമായി നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ ഓഹരികൾ എത്രയാണ് എന്ന് നിർണയിക്കപ്പെട്ടിരുന്നില്ല. അതൊക്കെ പിന്നീട് ആലോചിച്ച് നിർണയിച്ച് പറയും. അതുവരെ ആ അനാഥ കുട്ടികളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് നിർത്തിവെക്കണം എന്ന് താൽക്കാലികമായി ആവശ്യപ്പെടുന്നതായിരുന്നു ആ ആയത്ത്. അങ്ങനെ ഒരു ആയത്തിറക്കിക്കൊണ്ട് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരോട് അത് നിർത്തിവെക്കാൻ നബി ആവശ്യപ്പെടുകയും നിർണിതമായ ഓഹരികൾ എത്ര എന്നുള്ളതൊക്കെ പിന്നീട് അള്ളാഹു അറിയിക്കും എന്ന് പറയുകയുമാണ് ചെയ്തത്. അതായത് താൽക്കാലികമായി ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു സ്റ്റേ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു താൽക്കാലിക ഉത്തരവ് അവിടെ ഇറക്കുകയാണ് അള്ളാഹുവും റസൂലും കൂടെ ചെയ്തത്. വിധി പിന്നീട് ആയത്തായിട്ട് അവതരിപ്പിക്കുകയും ആ ആയത്ത് വന്നതോടുകൂടി ഈ താൽക്കാലിക ഉത്തരവ് ഇൻവാലിഡായി പോവുകയും ചെയ്തു എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഇതേ കോമഡി ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ അതിലേക്ക് വരാം. ഇനി അടുത്ത 8-ാമത്തെ വാക്യവും അതുപോലെയുള്ള ഒരു താൽക്കാലിക ഉത്തരവാണ്. ആ ഉത്തരവ് ഇന്ന് നിലവിലുണ്ടോ, അതിന് പ്രസക്തിയുണ്ടോ എന്ന കാര്യത്തിൽ വ്യാഖ്യാതാക്കൾ തർക്കിക്കുന്ന രംഗമാണ് ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഞാൻ 8-ാമത്തെ വാക്യം നിങ്ങളെ കേൾപ്പിക്കാം. وَإِذَا حَضَرَ الْقِسْمَةَ أُولُو الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينُ فَارْزُقُوهُم مِّنْهُ وَقُولُوا لَهُمْ قَوْلًا مَّعْرُوفًا. സ്വത്ത് ഭാഗിക്കുന്ന സന്ദർഭത്തിൽ ബന്ധുക്കളോ അനാഥകളോ പാവപ്പെട്ടവരോ ഹാജറുണ്ടായാൽ അതിൽ നിന്ന് അവർക്ക് നിങ്ങൾ വല്ലതും നൽകുകയും അവരോട് മര്യാദയുള്ള വാക്ക് പറയുകയും ചെയ്യേണ്ടതാകുന്നു. അനന്തര സ്വത്ത് ഭാഗം വയ്ക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലുമൊക്കെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, വല്ല അനാഥരോ അല്ലെങ്കിൽ ഈ സ്വത്തിൻ്റെ അവകാശികളല്ലാത്ത അകന്ന ബന്ധുക്കളോ ദരിദ്രരോ ആരെങ്കിലുമൊക്കെ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്ന് അവർക്കും കുറച്ചൊക്കെ കൊടുത്തിട്ട് അവരോട് നല്ല വർത്തമാനം പറഞ്ഞയക്കേണ്ടതാണ് എന്നാണ് ഈ ആയത്ത്. ഈ ആയത്ത് ഇപ്പോൾ നിലവിലുണ്ടോ, അതിന് പ്രസക്തിയുണ്ടോ, അത് നിർബന്ധമാണോ, അതോ സുന്നത്താണോ, ഇത് ക്യാൻസലായിട്ടുണ്ടോ ഇല്ലേ തുടങ്ങിയ കാര്യത്തിൽ മുഫസ്സിറുകൾ തർക്കിക്കുന്ന രംഗമാണ് ഇനി ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇമാം റാസി ഈ വാക്യം അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൊണ്ട് അസ്ഥിരപ്പെട്ടതാണ് എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. സയ്യിദ് ബിൻ മുസയ്യബ്, ലഹാക്ക് എന്നിവരുടെ അഭിപ്രായവും ഇതുതന്നെയാണ്. എന്നാൽ ഈ വാക്യം മൻസൂഖ് അല്ല എന്നാണ് ഇബ്രാഹിമുൻ നഖ്ഇയുടെയും അബൂ മൂസൽ അശ്കരി, ഷഅബി, സുഹരി, മുജാഹിദ്, ഹസൻ, സയ്യിദ് ബിൻ ജുബൈർ എന്നീ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. അനന്തരാവകാശ സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ സന്നിഹിതരാകുന്നവർക്ക് അവർ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. അബ്ദുല്ലാഹിബ്നു അബ്ദുറഹിമാനുബ്നു ബക്രി തൻ്റെ പിതാവിൻ്റെ സ്വത്ത് ഓഹരി ചെയ്യുകയുണ്ടായി. ആയിഷ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാവർക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നൽകി. ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് അപ്രകാരം ചെയ്തത്. ഇനി കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ ഈ ആയത്തിനെ കുറിച്ച് എഴുതി വെച്ചത്: സ്വത്ത് ഭാഗിക്കുമ്പോൾ അവകാശികളല്ലാത്ത ബന്ധുക്കളോ അനാഥ കുട്ടികളോ അഗതികളോ അവിടെ സന്നിഹിതരായിട്ടുണ്ട് എങ്കിൽ ഓഹരി ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും അവർക്ക് അതിൽ നിന്നും കൊടുത്തു നല്ല വാക്ക് പറയണമെന്നാണ് ഇവിടെ പറയുന്നത്. അവകാശികളെയും അവകാശങ്ങളും വിവരിക്കപ്പെട്ടതോടുകൂടി ഈ വിധി ദുർബലമായി, അതായത് മൻസൂഖായി എന്നാണ് ബഹുഭൂരിപക്ഷം ഫുഖഹാഇൻ്റെയും 4 ഇമാമുകളുടെയും അവരുടെ കൂട്ടുകാരുടെയും മദ്ഹബ്. ദുർബലമല്ലെന്നും കൊടുക്കൽ സുന്നത്താണെന്നും ഒരു വലിയ വിഭാഗം പറയുന്നുണ്ട്. നിർബന്ധമാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടതായി കാണാം. അപ്പോൾ സ്വത്ത് ഓരി വെക്കുന്നിടത്ത് വായി നോക്കി നിൽക്കുന്ന ആളുകൾക്ക് വല്ലതും കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന കാര്യത്തിലാണ് ഈ തർക്കം. കൊടുക്കണം എന്ന് അള്ളാഹു പറഞ്ഞത് സ്വത്ത് ഓരി വെക്കുന്നതിന് നിശ്ചിതമായ നിയമങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തൽക്കാലം പറഞ്ഞതാണ് എന്നും ആ താൽക്കാലിക ഉത്തരവ് പിന്നീട് റദ്ദാക്കിയിട്ടുണ്ട് എന്നുമാണ് 4 ഇമാമുകളുടെ മദ്ഹബിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. എന്നാൽ ചിലർ പറയുന്നത്
അങ്ങനെയല്ല, അത് നിർബന്ധമായിട്ട് ഇപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. വേറെ ചിലർ പറയുന്നത് അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി, കൊടുക്കുന്നത് നല്ലതാണ്, അത്രയേ ഉള്ളൂ. ഇനി അമാനി മൗലവി ഇതേക്കുറിച്ച് പറയുന്നത്, അനന്തര സ്വത്ത് ഭാഗിക്കുന്ന സന്ദർഭത്തിൽ നിശ്ചിത അവകാശം ഒന്നും ലഭിക്കാത്തവരായ കുടുംബങ്ങളോ അനാഥകളോ സാധുക്കളോ ഉണ്ടായിരുന്നാൽ അവർക്ക് അതിൽ നിന്ന് കുറേശ്ശെ കൊടുത്ത് നല്ല വാക്കും പറഞ്ഞ് സന്തോഷിപ്പിച്ചു വിടണം എന്ന് സാരം. ഭാഗം കഴിയുന്നതിന് മുമ്പ് അവകാശികൾ തമ്മിൽ കൂടിയാലോചിച്ച് മൂലധനത്തിൽ നിന്നോ ഭാഗിച്ചെടുത്തു കഴിഞ്ഞ ശേഷം അവരവർക്ക് കിട്ടിയ ഓഹരികളിൽ നിന്നോ ഈ കടമ നിർവഹിക്കാം. ഇതൊരു നിർബന്ധ നിയമം അല്ലെന്നും പുണ്യപ്പെട്ട ഒരു ഐച്ഛിക നിയമമാണ് എന്നുമാണ് പണ്ഡിതന്മാരിൽ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അതല്ല, യഥാർത്ഥത്തിൽ ഇതൊരു നിർബന്ധ കൽപ്പന തന്നെയാണ്. പക്ഷേ കാലക്രമേണ ജനങ്ങൾ അത് പാലിക്കാതെ ഉദാസീനത കാട്ടി പോരുകയാണ് ചെയ്യുന്നത് എന്നത്രേ മറ്റൊരു പക്ഷക്കാരുടെ അഭിപ്രായം. ഈ അഭിപ്രായത്തിനാണ് പല നിലക്കും ന്യായം കാണുന്നത്. അള്ളാഹുവിനറിയാം. ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്ത് നിർബന്ധമാണോ, ഇപ്പം നിലവിലുണ്ടോ, അതോ സുന്നത്താണോ, അത് ക്യാൻസലായി പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു പിടിപാടില്ല. അമാനി മൗലവി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു ആയാലും എന്നാണ് പറയുന്നത്. അള്ളാഹുവിന് ഇതൊക്കെ അറിയാം. എൻ്റെ പൊന്നു ചങ്ങായിമാരെ, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ എന്തിനാണ് ഈ താഴത്തേക്ക് കെട്ടിയിറക്കിയിട്ട് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്? അള്ളാഹു ഖുർആൻ ഇറക്കിയത് എന്തിനാണ്? അത് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ പിന്തുടരാനുള്ള നിയമസംഹിതയും ധാർമ്മിക നിയമങ്ങളും ഒക്കെ തയ്യാറാക്കി അയച്ചു തന്നതല്ലേ. പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹു ലോഹുൽ മഹ്ഫൂദിൽ തയ്യാറാക്കി വെച്ചിട്ട് ജിബ്രീൽ ആവശ്യാനുസരണം അങ്ങോട്ട് ഇറക്കി കൊണ്ടുവന്ന സാധനമല്ലേ ഖുർആൻ. ആ ഖുർആനിൽ ഇതുപോലെയുള്ള ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് താൽക്കാലികമായിട്ടുള്ള ഉത്തരവുകൾ ഇറക്കുകയും ആ ഉത്തരവ് പിന്നെ പ്രാബല്യത്തിലുണ്ടോ ഇല്ലേ എന്ന കാര്യം വ്യക്തമാക്കാതെ അതിൻ്റെ പേരിൽ വ്യാഖ്യാതാക്കൾ തർക്കിക്കുകയും ഇമാമുകൾ തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഒരു പടച്ചോൻ്റെ കിതാബിനുണ്ടാവുമോ? ഈ പെൻഡിങ്ങിൽ വെക്കുന്ന ഏർപ്പാട് ആദ്യത്തെ ആയത്തിൽ 7-ാമത്തെ ആയത്തിലും അത് തന്നെ ആയിരുന്നു. 7-ാമത്തെ ആയത്തിൽ ഇനി ഇറക്കാൻ പോകുന്നുണ്ട്, ആണിനും പെണ്ണിനൊക്കെ ഓഹരി ഉണ്ട്, നിശ്ചിതമായ ഓഹരി വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആമുഖം പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ ഓഹരികൾ ഇറങ്ങിയതിന് ശേഷം ആ പറഞ്ഞ ആയത്ത് ക്യാൻസലായി എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, അനന്തരാവകാശ സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട പല നിയമങ്ങളും അവതരിപ്പിക്കുന്നിടത്തൊക്കെ നമുക്ക് ഈ പെൻഡിങ്ങിൽ വെക്കുന്ന പരിപാടിയും സ്റ്റേ ചെയ്യുന്ന പരിപാടിയും താൽക്കാലിക ഉത്തരവ് ഇറക്കുന്ന പരിപാടിയും പിന്നീട് യഥാർത്ഥ ഉത്തരവ് വരുമ്പോൾ ഈ താൽക്കാലിക ഉത്തരവും സ്റ്റേ ചെയ്ത ഉത്തരവൊക്കെ പിൻവലിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് ഖുർആനിൽ കാണാം. ആ പിൻവലിച്ചതൊക്കെ ഖുർആനിൽ തന്നെ ഉണ്ട്. ഞാനിതിന് മുമ്പ് വളരെ രസകരമായ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ആയത്ത് കൊണ്ട് ഖുർആൻ്റെ ദൈവികത പൊളിയുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് വ്യഭിചാരികൾക്ക് ശിക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിയമം ഇറക്കിയതിൻ്റെ കോലമാണ് പറഞ്ഞത്. ആദ്യം മുഹമ്മദ് നബിക്ക് വ്യഭിചാരികൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരാശയവും ഉണ്ടായിരുന്നില്ല, ആകപ്പാടെ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം ഒരു സ്ത്രീ വ്യഭിചരിച്ചു എന്ന കേസ് വന്നപ്പോൾ അള്ളാഹു ഒരു ആയത്തിറക്കിയിട്ട് പറഞ്ഞത്, ആ സ്ത്രീയെ കിടപ്പുമുറിയിൽ പൂട്ടിയിട്ടോളൂ, ഒന്നുകിൽ അവൾ മരിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വക വേറൊരു നിയമം ഇറങ്ങുകയോ ചെയ്യുന്നത് വരെ ആ പെണ്ണിനെ പൂട്ടിയിട്ടോളൂ. ഒന്നുകിൽ അവൾ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ അള്ളാഹു ഒരു തീരുമാനം എടുക്കുന്നത് വരെ നിങ്ങൾ ആ പെണ്ണിനെ പൂട്ടിയിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തിറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അള്ളാഹു മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ലൗഹുൽ മഹ്ഫൂസിൽ എഴുതി വെച്ചിട്ട് ഓരോ സന്ദർഭം അതിനു വേണ്ടിയിട്ട് നാടകീയമായി ഉണ്ടാക്കി മുഹമ്മദിനെ കൊണ്ട് ആ സന്ദർഭത്തിൽ ഓരോ ആയത്തുകളും വിശദീകരിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാനാണ് ഈ മതം ഉണ്ടാക്കിയതെന്നും അതിനാണ് ഖുർആൻ ഉണ്ടാക്കിയതെന്നൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യഭിചാരിക്ക് എന്താണ് ശിക്ഷ എന്ന കാര്യത്തിൽ മുഹമ്മദിന് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ മുഹമ്മദ് ഒരു താൽക്കാലിക ശിക്ഷ പറഞ്ഞ് പെൻഡിങ്ങിലിടുകയും ഒരു പെണ്ണിനെ മുറിയിലിട്ട് പൂട്ടാൻ പറയുകയും ചെയ്യേണ്ട ആവശ്യമില്ല. മുഹമ്മദ് പറഞ്ഞാൽ അത് ഓക്കെ, മുഹമ്മദിന് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് മുഹമ്മദിന് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഒരു നിയമം ഉണ്ടാക്കാൻ സമയം വേണം എന്നതുകൊണ്ട് മുഹമ്മദ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ എല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വെച്ച അള്ളാഹു ആയത്തിറക്കിയിട്ടാണ് ഇത് പറയുന്നത് എന്നിടത്താണ് കോമഡി കിടക്കുന്നത്. ഇവിടെ അത് തന്നെയാണ്. സ്വത്തവകാശം സംബന്ധിച്ച നിയമങ്ങളൊക്കെ അള്ളാഹു ഇറക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലങ്ങൾ അവിടെ നിൽക്കുന്നിട്ട് സ്റ്റേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഉത്തരവ് ഇറക്കിക്കൊണ്ട് പെൻഡിങ്ങിൽ വെച്ചിട്ട് കാത്തിരിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ വരുന്നത്? അതുപോലെ സ്വത്ത് ഓരി വെക്കുന്നവിടുത്തെ ചുറ്റും പറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താളി എന്ന് പറഞ്ഞ ആയത്ത് സ്വത്ത് ഓരി വെക്കുന്നതിനും അവകാശികളുടെ ഓഹരി നിയമങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവതരിക്കുന്നതിന് മുമ്പ് തൽക്കാലം പറഞ്ഞൊരു കാര്യമാണ് എങ്കിൽ ഇങ്ങനൊരു ആയത്ത് എന്തിനാണ് ഖുർആനിൽ? അതൊക്കെ മുഹമ്മദ് നേരിട്ട് മുഹമ്മദിൻ്റെ വാചകമായിട്ട് പറഞ്ഞ് നിർത്തിയതായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, പരാതിയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ അള്ളാഹു എന്തിനാണ് ആയത്തിറക്കുന്നത്? അള്ളാഹുവിന് സ്വത്തവകാശം സംബന്ധിച്ച നിയമങ്ങളൊക്കെ അള്ളാഹു നേരത്തെ അവിടെ റെഡിമെയ്ഡാക്കി വെച്ചിട്ടുണ്ട്. അത് ജിബ്രീലിൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്, 1-ാം ആകാശത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ജിബ്രീലിന് ഒന്നാം ആകാശത്ത് പോയിട്ട് ഈ ആയത്തെടുത്തു കൊണ്ടുവരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ജിബ്രീലിന് ഇതിൻ്റെ സമയം ആവശ്യമുണ്ടോ? അള്ളാഹുവിന് ഇത് ആലോചിച്ച് വേറെ എഴുതി ഉണ്ടാക്കേണ്ട സമയം ആവശ്യമുണ്ടോ? ഇതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചതല്ലേ. ജിബ്രീലിന് ആകാശത്ത് പോകാൻ എത്ര സെക്കൻഡുകളെ ആവശ്യമുള്ളൂ? മുഹമ്മദ് നബീനെ കൊണ്ട് ജിബ്രീൽ 7-ാം ആകാശത്തിൻ്റെ മുകളിൽ പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റത്ത് പോയിട്ട് തിരിച്ചു വന്നത് ഒരു രാത്രി കൊണ്ടാണ്. ഒരു പ്രാവശ്യം പോവുക മാത്രമല്ല ചെയ്തത്, പോകുന്ന വഴിക്ക് 3-ാം ആകാശവും 1-ാം ആകാശവും തമ്മിൽ 9 പ്രാവശ്യം ഷട്ടിലടിച്ച് മൂസാ നബി പറഞ്ഞയച്ചിട്ട്, അങ്ങനെയാണ് 50 നിസ്കാരം അവിടുന്ന് കൊടുത്തയച്ചിട്ട് അത് പല പ്രാവശ്യം പോയി ചുരുക്കി 5 ആക്കി കൊണ്ടുവന്ന കഥയൊക്കെ പറയുന്നത്. എന്നിട്ട് ഉമ്മുഹാനിയുടെ വീട്ടിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ഉമ്മുഹാനി പറയുന്നത് രാവിലെ മൂപ്പര് പായിൽ സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. രാത്രി പോയി വന്നത് വേട്ടാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് 7-ാം ആകാശത്ത് പോയിട്ട് 5-8 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിക്കാൻ ജിബ്രീലിന് ബുറാക്കുമ്മൽ പോകാൻ പറ്റുമെങ്കിൽ ആ ജിബ്രീലിന് 1-ാം ആകാശത്ത് പോയിട്ട് ഒരു ആയത്തെടുത്തുകൊണ്ടുവരാൻ ഏതാനും സെക്കൻഡുകളല്ലേ ആവശ്യമുള്ളൂ. പിന്നെ എന്തിനാണ് ഈ താൽക്കാലിക ഉത്തരവ് ഇറക്കിയിട്ട് പെൻഡിങ്ങിലിടേണ്ട കാര്യം എന്താണ്? ഒറിജിനൽ ഉത്തരവ് കൊണ്ട് ഇറക്കിയാൽ പോരെ. അപ്പോൾ ഈ താൽക്കാലിക ഉത്തരവ് ഇറക്കുന്ന ഈ പെൻഡിങ്ങിലിടുന്ന ആയത്തും അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരു പാഴ്വേല ഒരു മണ്ടത്തരല്ലേ ചെയ്തത്? അതല്ല, ഇത് മുഹമ്മദ് പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അള്ളാഹുവിന് ഏതൊക്കെ സന്ദർഭത്തിൽ ഏതൊക്കെ ആയത്തുകളാണ് കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ടത് എന്നും അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ട് അന്തിമ വിധി ഏത് സമയത്താണ് ഇറക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് തന്നെ ആശയക്കുഴപ്പവും കൺഫ്യൂഷനും ഉണ്ടായിരുന്നു എന്നും അള്ളാഹുവിന് ഇതൊക്കെ ആലോചിച്ച് എഴുതിയുണ്ടാക്കാൻ സമയം വേണ്ടി വന്നിരുന്നു എന്നും പറഞ്ഞാൽ ഈ അള്ളാഹു ആരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ ഈ അള്ളാഹു ആരാണ് എന്നും ഈ ആയത്തുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്നും മനസ്സിലാക്കാൻ ഇതിൽ പരം ഒരു തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ കോമൺ സെൻസ് ഉപയോഗിക്കാൻ പാടില്ല, യുക്തി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ന്യായം. ഇനി അടുത്ത വാക്യം, 9-ാമത്തെ വാക്യം. وَلْيَخْشَ الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ ذُرِّيَّةً ضِعَافًا خَافُوا عَلَيْهِمْ فَلْيَتَّقُوا اللَّهَ وَلْيَقُولُوا قَوْلًا سَدീദًا. തങ്ങളുടെ പിന്നിൽ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോയാൽ ഭയപ്പെടുന്നവർ ഭയപ്പെട്ടോട്ടെ. അങ്ങനെ അവർ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യട്ടെ. ഈ വാചകം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നാർക്കും മനസ്സിലാവില്ല. ഇനി മനസ്സിലാക്കാൻ വേണ്ടി അർത്ഥവും ആശയവും ഉണ്ടാക്കാൻ വേണ്ടി ബ്രാക്കറ്റിലിട്ട് കുറേ നീണ്ട സെൻറ്റൻസുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടെ ചേർത്ത് വായിക്കാം, അപ്പോൾ വല്ല പിടുത്തം കിട്ടുമോ നോക്കാം. തങ്ങളുടെ പിന്നിൽ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോയാൽ അവരുടെ ഗതി എന്താകുമെന്ന് ഭയപ്പെടുന്നവർ അതേവിധം മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിൽ ഭയപ്പെടട്ടെ. അങ്ങനെ അവർ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യട്ടെ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ, ആരോടാണ് ഈ പറയുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ഇത് അറബിയിൽ വായിച്ച വ്യാഖ്യാതാക്കൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ പരിഭാഷ വായിച്ച് ബ്രാക്കറ്റിട്ട് വായിച്ച് നമുക്കെങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഞാൻ ഇതിൻ്റെ ചില തഫ്സീറുകൾ വായിച്ച് കേൾപ്പിക്കാം. ഇമാം റാസി ഈ ആയത്തിനെക്കുറിച്ചുള്ള പല അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതി വെച്ചത് വായിക്കാം. ഒരഭിപ്രായം അനുസരിച്ച് മരണാസന്നനോടാണ് ഈ സൂക്തത്തിൻ്റെ സംബോധന. തൻ്റെ നിരാലംബരായ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കത്തക്ക നിലയിൽ അവകാശമായി ഒന്നും ലഭിക്കാനിടയില്ലാതെ കൂടുതലായി മറ്റുള്ളവർക്ക് ഒസിയത്ത് ചെയ്യുന്ന അത്തരക്കാരെ സൂക്തം താക്കീത് ചെയ്യുകയാണത്രേ. ഇതാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. അതായത് വാപ്പമാരോട് മരിക്കാനാവുമ്പോൾ സ്വത്ത് അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് ഒസിയത്ത് ചെയ്ത് കളയരുത്, അവകാശികളായ മക്കൾക്ക് വേണ്ടി കാത്തുവെക്കണം എന്ന് പറഞ്ഞതാണ് ഇത് എന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. വേറൊരു കൂട്ടർ പറയുന്നത് അനാഥകളുടെ സംരക്ഷണ ചുമതലയുള്ള രക്ഷാകർത്താക്കളോടാണ് ഇതിൻ്റെ സംബോധന എന്ന അഭിപ്രായമാണ് മറ്റു വ്യാഖ്യാതാക്കൾക്കിടയിൽ ഉള്ളത്. തൻ്റെ മരണശേഷം തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് ഓർത്ത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അനാഥ മക്കളുടെ കാര്യത്തിലും അതുപോലുള്ള ഭയം വേണമെന്നാണ് ഇതിലൂടെ ഉണർത്തുന്നത്. എത്ര വ്യത്യസ്തമായ ആശയമാണ് പറയുന്നത് നോക്കൂ. അനാഥ കുട്ടികളെ സംരക്ഷിച്ചിരുന്ന ആളുകളോട് നിങ്ങളെ സ്വന്തം കുട്ടികളാണെങ്കിൽ അവരുടെ ഭാവി കാര്യത്തിൽ നിങ്ങൾക്ക് ബേജാറുണ്ടാവില്ലേ, അതുപോലെ നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യത്തിലും ബേജാറാവണം എന്ന് അവരോട് പറഞ്ഞതാണിത് എന്നാണ് വേറൊരു കൂട്ടരുടെ അഭിപ്രായം. ഇനി അതായത് തൻ്റെ സ്വത്ത് മറ്റൊരാളെ ഏൽപ്പിച്ച് തൻ്റെ മക്കളെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാം സംരക്ഷണ ചുമതല ഏറ്റെടുത്ത അനാഥകളുടെ കാര്യത്തിലും നമുക്ക് ഭയമുണ്ടാവേണ്ടിയിരിക്കുന്നു. ഇനി അമാനി മൗലവിയും ഇതേക്കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ
തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1, തങ്ങൾ മരണപ്പെട്ടു പോയാൽ തങ്ങളുടെ മക്കൾ മുതലായ അവകാശികൾ ദുർബലരും നിസ്സഹായരുമായി പോയേക്കുമെന്ന് ആശങ്കയുള്ളവർ നേരത്തെ തന്നെ അക്കാര്യത്തിൽ മുൻകരുതൽ എടുത്തിരിക്കേണ്ടതാണ് എന്നത്രേ അവയിൽ ഒന്ന്. അതായത് അങ്ങനെയുള്ളവർ സ്വത്ത് മുഴുവനുമോ അതിൽ നിന്ന് കാര്യമായ വല്ല ഭാഗമോ മറ്റു വിഷയങ്ങളിൽ ചെലവഴിക്കുകയോ വസിയത്ത് ചെയ്യുകയോ ചെയ്യാതെ അവകാശികൾക്ക് വേണ്ടി കരുതി വെക്കണം എന്ന് ചുരുക്കം. സഅദ് ബിൻ അബീ വക്കാസിൻ്റെ സംഭവം ഇവിടെ പ്രസ്താവ്യമാകുന്നു. അദ്ദേഹം രോഗത്തിലായിരുന്നപ്പോൾ തൻ്റെ ധനത്തിൽ വലിയൊരു ഭാഗം വസിയത്ത് ചെയ്യുവാൻ നബിയോട് അനുവാദം ചോദിച്ചു. നബി അത് സമ്മതിക്കാതിരിക്കുകയും അവസാനം കവിഞ്ഞ പക്ഷം 1/3 മതി, അതുതന്നെ ധാരാളമാണ് എന്ന് പറയുകയുമുണ്ടായി. തുടർന്നുകൊണ്ട് തിരുമേനി പറഞ്ഞു, താങ്കളുടെ അവകാശികളെ ജനങ്ങളോട് കൈകാട്ടുന്ന ദരിദ്രന്മാരായി വിട്ടുപോകുന്നതിനേക്കാൾ അവരെ ധനികന്മാരായി വിട്ടുപോകുന്നതാണ് താങ്കൾക്കുത്തമം. 2, തങ്ങളുടെ ശേഷം തങ്ങളുടെ സന്താനങ്ങൾ അവശരും ദുർബലരുമായി തീരുന്നതിനെക്കുറിച്ച് ഭയപ്പാടുള്ളവർ അതുപോലെ മറ്റുള്ളവരെ പറ്റിയും ഭയപ്പെടേണ്ടതാണ് എന്നത്രേ മറ്റൊരു വ്യാഖ്യാനം. അതായത് മരണാസന്നരായവരോട് അവരുടെ സന്താനങ്ങൾ മുതലായവർക്ക് ദോഷകരമായി തീരുന്ന വസിയത്തുകൾ ചെയ്യാതിരിക്കുവാൻ ഉപദേശിച്ചും മറ്റും അവരുടെ മക്കളുടെ നന്മയിൽ ശ്രദ്ധ പതിക്കണമെന്ന് സാരം. ഇനി 3-ാമത്തേത്, അനാഥകളുടെ ധനം കൈകാര്യം ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ സ്വന്തം മക്കൾ തങ്ങളുടെ കാലശേഷം ദുർബലരായി വിഷമം അനുഭവിക്കുവാൻ ഇഷ്ടപ്പെടാത്ത പോലെ തങ്ങളുടെ കീഴിലുള്ള അനാഥകളുടെ ധനം കൈകാര്യം ചെയ്യുന്നതിനും വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് എന്നിങ്ങനെയാണ് വേറൊരു വ്യാഖ്യാനം. ആയത്തിൻ്റെ വാചകവും സന്ദർഭവും പ്രസ്തുത വ്യാഖ്യാനങ്ങൾക്ക് എല്ലാം ഉതകുന്നതാണ് താനും. ഏതാണ്ട് ഇതുപോലെയുള്ള വേറെയും വ്യാഖ്യാനം ഇല്ലാതില്ല. ഇങ്ങനെയാണ് വ്യാഖ്യാതാക്കൾ കിടന്നുരുളുന്നത് ഈ ഒരു വാക്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇതിൽ അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്ന ആൾക്കാരോട് ആ കുട്ടികളെ സ്വത്തെടുത്ത് കൈകാര്യം ചെയ്യരുത്, ആ സ്വത്തെടുത്ത് ദൂർത്തടിക്കരുത് എന്നാണ് പറയുന്നത് എന്നൊരു കൂട്ടർ പറയുമ്പോൾ, മക്കൾക്ക് വേണ്ടി സ്വത്ത് ബാക്കി വെക്കാതെ ബാപ്പന്മാർ സ്വത്ത് മുഴുവൻ വസിയത്ത് ചെയ്തിട്ടോ അങ്ങനെ ഇങ്ങനെയും കളയരുത് എന്നാണ്. ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് വ്യാഖ്യാനമായാലും ശരി, ഇന്നത്തെ നമ്മുടെ ഒരു പരിഷ്കൃത ലോകത്ത്, കുറച്ചും കൂടെ വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു ലോകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത്? ഇവിടെ 2 പ്രശ്നമാണ്. ഒന്ന്, അനാഥരായ മക്കൾക്ക് അവരുടെ സ്വത്തിൽ അവകാശം കിട്ടണമെങ്കിൽ ആ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നവരുടെ ഔദാര്യം വേണം. അവരോട് അത് കൊടുക്കാനൊക്കെ നിർബന്ധിക്കുന്നതാണ് ഖുർആൻ നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ. പക്ഷേ ഇന്ന് ഒരു വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ വാപ്പാൻ്റെ മക്കൾക്ക്, ആ മക്കൾ കുട്ടികളാണെങ്കിലും ശരി മൈനറുകളാണെങ്കിലും ശരി, ആ സ്വത്തുക്കൾ ആ കുട്ടികളുടെ പേരിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടും. കുട്ടികൾക്കാണ് ആ സ്വത്തിൽ അവകാശം. ആ കുട്ടികളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നുള്ള വരുമാനമൊക്കെ എടുത്ത് കുട്ടികളുടെ ചെലവ് വഹിക്കാം എന്നല്ലാതെ ആ സ്വത്ത് പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റാനോ അത് വിറ്റ് കാശാക്കാനോ ഒന്നും നമ്മുടെ ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ പോലും സാധ്യമല്ല. അങ്ങനെ ഒരു സംവിധാനം, ഒരു നിയമ സംവിധാനം പറഞ്ഞു കൊടുക്കാനുള്ള വിവരം പോലും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്, ലോകാവസാനം വരേക്കും കിതാബ് ഇറക്കിയ അള്ളാഹുവിന് ഇല്ലാതെ പോയി. ഇനി 2-ാമത്, സ്വന്തം മക്കൾക്ക് സ്വത്തുക്കളൊന്നും കിട്ടാതെ പോവും, അതുകൊണ്ട് നിങ്ങൾ ദൂർത്തടിക്കരുത് എന്നിവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ മുസ്ലിം വ്യക്തി നിയമമല്ലാത്ത മറ്റു നിയമങ്ങൾ, പൊതു നിയമമായി കണക്കാക്കുന്ന ഹിന്ദു സക്സഷൻ ആക്ട് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ അച്ഛന്മാർക്ക് സ്വത്തെടുത്ത് കൈകാര്യം ചെയ്യാൻ തന്നെ പറ്റില്ല. കാരണം പാരമ്പര്യമായി കിട്ടിയ സ്വത്താണെങ്കിൽ ആ സ്വത്ത് ഇപ്പോൾ ആരുടെ കൈവശമാണോ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സ്വത്തിൽ അവർക്ക് അവകാശമുണ്ട്. മുസ്ലിങ്ങൾക്കതില്ല. മുസ്ലിങ്ങൾക്ക് ബാപ്പ മരിച്ചാലുള്ള അനന്തര അവകാശം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ഹിന്ദു കുടുംബമാണെങ്കിൽ പാരമ്പര്യമായി അച്ഛന് കിട്ടിയ സ്വത്തിൽ ആ അച്ഛൻ്റെ മക്കളായി ജനിച്ച ആളുകൾക്ക് അവർ ജനിച്ച അന്ന് മുതൽ അവകാശമുണ്ട്, അനന്തരാവകാശമല്ല. അതുകൊണ്ട് തന്നെ അച്ഛന് മക്കൾക്ക് കൂടി അവകാശമുള്ള പാരമ്പര്യ സ്വത്തുക്കൾ യഥേഷ്ടം വിറ്റ് തുലയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹു ഇറക്കിയ നിയമത്തിനേക്കാൾ അനാഥർക്കും മക്കൾക്കും സുരക്ഷിതമായ നിയമം മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നർത്ഥം. അള്ളാഹു ഒരു ഗോത്ര സമൂഹത്തിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇറക്കിയ ചില പൊട്ടും പൊടിയായിട്ടുള്ള നിയമങ്ങളാണ് അള്ളാഹിൻ്റെ കിതാബിൽ നമ്മൾ ഈ വായിക്കുന്നത്. അത് തന്നെ എന്താണ്, എങ്ങനെയാണ്, ആരോടാണ് ഈ പറയുന്നത് എന്നതിനെക്കുറിച്ചൊന്നും അത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല, വ്യാഖ്യാതാക്കൾക്ക് അത് പറഞ്ഞു തരാനും കഴിയുന്നില്ല. എന്നിട്ട് കുറേ കാര്യങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം അള്ളാഹു ആയാലും അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന് എഴുതി വെച്ച് പോവേണ്ട പരിഹാസ്യമായ ഗതികേടാണ് ഖുർആൻ വ്യാഖ്യാനിക്കാൻ മുതിർന്നവർക്ക് പോലും ഉള്ളത്. ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രപഞ്ച സൃഷ്ടാവ്, സർവജ്ഞാനിയായ പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യർക്ക് മുഴുവൻ വേണ്ട
നിയമങ്ങളും ചട്ടങ്ങളും കിതാബിലിറക്കി കൊടുക്കുക. ഇനി നമുക്ക് 10ാമത്തെ വാക്യം. إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا إنما يأكلون في بطونهم نارا وسيصلون سعيرا. തീർച്ചയായും അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ തിന്നു നിറയ്ക്കുന്നത് തീ മാത്രമാകുന്നു, പിന്നീട് അവർ നരകത്തിൽ കത്തിയെരിയുന്നതുമാണ്. അനാഥരുടെ സ്വത്ത് അന്യായമായി തിന്നാൽ അവരുടെ വയറിൽ തീ നിറക്കുകയാണ് ചെയ്യുന്നത് എന്നും പരലോകത്തും അവർക്ക് തീ തിന്നേണ്ടി വരും എന്നും പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അനാഥരുടെ സ്വത്ത് മറ്റാർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു കുറ്റമറ്റ നിയമം പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അള്ളാഹു അനാഥരുടെ സ്വത്ത് എടുക്കുന്നവരെ നരകം പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇവിടെ. ആരാണ് അനാഥ കുട്ടികളുടെ സ്വത്ത് ഇങ്ങനെ എടുത്തിട്ട് തീ തിന്നും പോലെ തിന്നത്? അതിനെക്കുറിച്ച് ഇതിൻ്റെ സബബുൻ നുസൂൽ പറയുന്ന വ്യാഖ്യാതാക്കൾ പലരുടെയും പേരാണ്, പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് പറയുന്നത് ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് ഹൻസല ഇബ്നു ഷമർദാൽ എന്ന ആളെ കുറിച്ചാണ്. അയാളാണ് അയാളുടെ സഹോദരൻ്റെ മക്കളെയൊക്കെ അനാഥരായിട്ട് സംരക്ഷിച്ചിരുന്നത്, അവരുടെ സ്വത്ത് എടുത്തിട്ട് പൂട്ടടിച്ചിരുന്നത്. അപ്പോൾ ആ വിവരം അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആരോ ഒന്ന് പരാതി പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറക്കിയത് എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. എന്നാൽ വാഹിദി പറയുന്നത് വേറൊരാളുടെ പേരാണ്. ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് എ മാൻ ഫ്രം ഗത്ഫാൻ കാൾഡ് മർത്താദ് ബിൻ സെയ്ദ്. ദിസ് മാൻ ഹാഡ് devoured the fortune of his young orphaned nephew who was under his charge. And so Allah revealed this verse about him. മർത്താദ് ബിൻ സെയ്ദ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ സഹോദര പുത്രൻ്റെ സ്വത്തെടുത്തിട്ട് പൂട്ടടിച്ചു. അപ്പോൾ അയാൾക്കെതിരായിട്ട് ഇറക്കിയ ആയത്താണിത്. അപ്പോൾ ആ കാലത്ത് അനാഥരായി പോകുന്ന കുട്ടികളുടെ സ്വത്ത് വളരെ എളുപ്പത്തിൽ അവരുടെ സംരക്ഷകരായിരുന്ന ആളുകൾക്ക്, ബന്ധുക്കളോ അല്ലാത്തവർക്കോ കൈക്കലാക്കാൻ പറ്റുമായിരുന്നു. അത് കൈക്കലാക്കാതിരിക്കാൻ വേണ്ടി മരിച്ച പിതാവിൻ്റെ സ്വത്തിൽ അയാളുടെ മക്കൾക്ക് അവകാശം നൽകുന്ന ഒരു സ്ഥിരം നിയമം ഉണ്ടാക്കി കൊടുക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞില്ല. 1,24,000 പ്രവാചകന്മാരെ മുമ്പ് അയച്ചിട്ട് അള്ളാഹുവിന് അങ്ങനെ ഒരു നിയമം നാട്ടിൽ ഇതിനു മുമ്പ് ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഈ ആയത്തിൻ്റെ വിശദീകരണം നൽകിക്കൊണ്ട് ഇമാം റാസി ഈ അനാഥരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർക്ക് താക്കീത് നൽകിക്കൊണ്ട് കുറേ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അനാഥകളുടെ സ്വത്ത് അതിക്രമമായി ഭക്ഷിക്കുന്നതിനെതിരെ ഈ സൂക്തത്തിലൂടെ വീണ്ടും ശക്തമായ താക്കീത് നൽകുന്നു. സുദ്ദി ഇതിനെ ബാഹ്യാർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നു. അതായത് ആരെങ്കിലും അനാഥകളുടെ സ്വത്ത് അക്രമമായി ഭക്ഷിച്ചാൽ അന്ത്യനാളിൽ അവൻ്റെ നയനങ്ങളിൽ നിന്നും കൺപുടങ്ങളിൽ നിന്നും വായയിൽ നിന്നും തീനാളങ്ങൾ പുറപ്പെടുന്നതാണ്. അങ്ങനെ അവൻ അനാഥയുടെ മുതൽ ഭക്ഷിച്ചവനാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കും. അബൂ സയ്യിദ് ഖുദ്രി നിവേദനം ചെയ്യുന്നു, നബി പറയുന്നു, ഞാൻ ഇസ്രായിൻ്റെ രാത്രിയിൽ ഒരു വിഭാഗം ആളുകളെ കാണുകയുണ്ടായി. അവരുടെ ചുണ്ടുകൾ ഒട്ടകത്തിൻ്റേതുപോലെയായിരുന്നു. അവരുടെ ചുണ്ടുകളെ പിഴുതെടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അപ്രകാരം ചെയ്യുകയും അവരുടെ വായയിൽ നരകത്തിൽ നിന്നുള്ള കല്ലുകൾ നിക്ഷേപിക്കുകയും അത് അവരുടെ പിൻഭാഗത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അനാഥയുടെ മുതൽ അക്രമമായി തിന്നവരാണ് എന്നായിരുന്നു ജിബ്രീലിൻ്റെ മറുപടി. ഫക്കീറിനും മിസ്കീനും ലഭിക്കേണ്ട സക്കാത്തിൻ്റെ അവകാശം തടയുന്നവർക്ക് അവരുടെ ആഭരണങ്ങൾ നരകത്തിൽ ഉരുക്കി അടിച്ചു പരത്തി നെറ്റിയിലും മുതുകിലും പാർശ്വങ്ങളിലും ചൂടുവെക്കും എന്ന് പറഞ്ഞ ശിക്ഷയേക്കാൾ കാഠിന്യമേറിയതാണ് യത്തീമിൻ്റെ സ്വത്ത് ഭക്ഷിക്കുന്നവനുള്ള ശിക്ഷ. ചൂടുവെക്കുകയല്ല, ഇവിടെ വയറ് തീ കൊണ്ട് നിറക്കുകയാണ്. അപ്പോൾ അനാഥരുടെ സ്വത്ത് അന്യായമായി കൈക്കലാക്കുന്നത് ഭീകരമായ കുറ്റമാണെന്നും അതിന് അതികഠിനമായ ശിക്ഷ ഉണ്ടാകുമെന്നൊക്കെ നബി പറഞ്ഞ ഹദീസുകളൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്ലാമിലെ 7 വൻ പാപങ്ങൾ ആയിട്ട് പറയുന്ന പാപങ്ങളിൽ അനാഥരുടെ സ്വത്ത് കൈക്കലാക്കലും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ബുഖാരിയിൽ ഉള്ള ഒരു ഹദീസ് ഇബ്നു കസീർ ഉദ്ധരിച്ചതാണിത്. അതിനകത്ത് പറയുന്നത് 7 വൻ പാപങ്ങൾ, ഇസ്ലാമിലെ ഏറ്റവും വലിയ 7 പാപങ്ങൾ. 1 ഷിർക്ക്, 2 സിഹ്റ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത പടച്ചവന്മാരെ ആരാധിക്കൽ, അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പാപം. രണ്ടാമത്തേത് സിഹ്റ്. സിഹ്റ് എന്ന് പറഞ്ഞാൽ കൂടോത്രം ചെയ്യൽ, മാരണം ചെയ്യൽ. മൂന്നാമത്തേത് ഖത്ലു നഫ്സില്ലത്തി ഹറമല്ലാഹി ഇല്ലാ ബിൽ ഹഖ്, സത്യത്തിന് വേണ്ടി അല്ലാതെ
ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊലപാതകം, അതാണ് മൂന്നാമത്തെ വൻ കുറ്റം. നാലാമത്തത് അക്ലു റിബ, പലിശ തിന്നലാണ്. അഞ്ചാമത്തത് വാക്കിലു മാലിൽ യത്തീം, അഞ്ചാമത്തത് യത്തീമിൻ്റെ അതായത് അനാഥരുടെ സ്വത്ത് തിന്നലാണ്. ആറാമത്തത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകലാണ്. ഉഹുദ് യുദ്ധത്തിൽ മുഹമ്മദ് ചെയ്ത അതേ കുറ്റം. ഇനി ഏഴാമത്തത് ചാരിത്രവതികളായ പെണ്ണുങ്ങളെക്കുറിച്ച് അപവാദം പറയലാണ്. 7 കുറ്റങ്ങൾ, ഇതാണ് 7 വൻ കുറ്റങ്ങളായിട്ട് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ യത്തീമിൻ്റെ സ്വത്ത് കവർന്നെടുക്കുന്നത് വലിയ കഠിനമായ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇവിടെ യത്തീമിൻ്റെ വലിയ സംരക്ഷകരായിട്ട് ചമയുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഈ അനാഥരോട് ഏറ്റവും കഠിനമായ 2 മഹാദ്രോഹങ്ങൾ ചെയ്ത മതമാണ് ഇസ്ലാം മതം. അള്ളാഹുവും റസൂലും കൂടെ അനാഥരോട് ചെയ്തിട്ടുള്ള ദൂരവ്യാപകമായ ദ്രോഹം 2 എണ്ണമാണ്. ഈ പറഞ്ഞതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് ആ വ്യക്തികൾ അന്നേരം അങ്ങനെ ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഇതല്ല, അനാഥർക്ക് ലോകത്തുള്ള എല്ലായിടത്തും മനുഷ്യർ ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായി കരുതിയിരുന്ന അനാഥ സംരക്ഷണത്തിൻ്റെ ഒരു മാർഗമായിരുന്നു അനാഥരായ കുട്ടികളെ ദത്തെടുത്ത് സ്വന്തം മക്കളെപ്പോലെ വളർത്തുക, എന്നിട്ട് മക്കൾക്കുള്ള അവകാശങ്ങൾ നൽകുക എന്ന ദത്തു സമ്പ്രദായം നമ്മുടെ നാട്ടിലുമുണ്ട്, ഇന്നുമുണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ദത്തെടുക്കൽ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക്, രക്ഷിതാക്കളില്ലാത്ത അനാഥ കുട്ടികൾക്ക് പുതിയ രക്ഷിതാക്കളെ കിട്ടുകയും ആ രക്ഷിതാക്കളുടെ എല്ലാ തരത്തിലുള്ള സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് ജീവിക്കുകയും ആ രക്ഷിതാക്കൾ കുട്ടികളുടെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ ആ കുട്ടികളെ സംരക്ഷിക്കുകയും ആ അച്ഛനമ്മമാരുടെ സ്വത്തുക്കളിൽ അവർക്ക് അവകാശം ലഭിക്കുന്നത് പോലെ ഇവരുടെ സ്വത്തുക്കളിൽ അവകാശം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിമഹത്തായ ഏറ്റവും വലിയൊരു മാനവിക പ്രവർത്തനമായിരുന്നു ദത്തെടുക്കൽ സമ്പ്രദായം. അതെല്ലായിടത്തും ഇന്നും ഉണ്ട്, അറേബ്യയിൽ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് ആ സമ്പ്രദായത്തെ ഇസ്ലാമിലൂടെ നിരോധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ദത്തെടുത്താൽ അവർ മക്കളായി കണക്കാക്കാൻ പാടില്ല എന്നും അവർക്ക് സ്വത്തിൽ അവകാശം കൊടുക്കാൻ പാടില്ല എന്നും അങ്ങനെയുള്ള മക്കളുടെ ഭാര്യമാരെയൊക്കെ അമ്മായിയപ്പന്മാർക്ക് കല്യാണം കഴിക്കാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ദത്തു സമ്പ്രദായത്തെ ഇല്ലാതാക്കുക വഴി അനാഥരോട്, ലോകത്ത് എല്ലാ കാലത്തും അനാഥരായി ജീവിക്കുന്ന മനുഷ്യക്കുഞ്ഞുങ്ങളോട് ഏറ്റവും വലിയ കൊടിയ ദ്രോഹമാണ് മുഹമ്മദും അള്ളാഹുവും ചെയ്തത്. അത് ചെയ്യാൻ കാരണം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. മുഹമ്മദിന് സ്വന്തം ദത്തുപുത്രൻ്റെ ഭാര്യയോട് കാമം തോന്നിയതുകൊണ്ട് മുഹമ്മദിൻ്റെ ഏറ്റവും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മുഹമ്മദിൻ്റെ ലൈംഗിക താല്പര്യങ്ങളുടെ പേരിൽ മാത്രമാണ് ദത്തു സമ്പ്രദായത്തിനെതിരായിട്ട് മുഹമ്മദ് നിയമമുണ്ടാക്കിയത്. മുഹമ്മദ് ഫേക്ക് ഐഡിയായ അള്ളാഹുവിനെ ഉപയോഗിച്ചതും അതിനു വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ദ്രോഹം, ഇപ്പോൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇസ്ലാമിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു തിന്മയുണ്ട്. അത് അനന്തരാവകാശം വിതരണം ചെയ്യുമ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ മക്കളുടെ അനാഥരായ പേരക്കുട്ടികൾക്ക് സ്വത്തിൽ അവകാശമില്ല എന്നതാണ്. കാരണം ഇസ്ലാമിൽ അനന്തരാവകാശം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു മതത്തിലൊക്കെ ഉള്ളതുപോലെ അവകാശങ്ങളില്ല. ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ അവകാശമില്ല, മരിച്ചാൽ മാത്രമേ അവകാശമുള്ളൂ. മരിക്കുമ്പോൾ മക്കളായിട്ടുള്ളവർക്ക് മാത്രമേ അവകാശമുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ മക്കളുടെ അനാഥരായ പേരക്കുട്ടികൾക്ക് ആ മരിച്ച മക്കൾക്കുള്ള അവകാശം കൊടുക്കാൻ ഇസ്ലാമിൽ നിയമമില്ല. അതിന് ഓരോരോ സാങ്കേതിക ന്യായം, മുട്ടുന്യായം ഒക്കെയാണ് പറയുന്നത്. പക്ഷേ മനുഷ്യത്വപരമായി നോക്കുമ്പോൾ അനാഥരോട് ഇത്ര വലിയ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്ന ഒരു ദൈവവും ദൂതനും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ഈ അനന്തരാവകാശ നിയമത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാം ചെയ്തത്. അത് പല കുടുംബങ്ങളിൽ, ഇന്നും നമ്മുടെ നാട്ടിൽ പോലും പല കുടുംബങ്ങളിലും അനാഥരായ കുട്ടികൾ കൂടുതൽ അനാഥത്വത്തിലേക്ക് പോകാൻ, അനീതിക്ക് വിധേയരാവാനും ഇടയാവുന്നത് നമ്മൾ കാണുന്നു. സമ്പന്നമായ കുടുംബങ്ങളിൽ പോലും ബാപ്പാൻ്റെ പാരമ്പര്യ സ്വത്തിൽ മക്കൾക്ക് കിട്ടേണ്ടിയിരുന്ന അവകാശങ്ങൾ മക്കൾ ആദ്യം മരിച്ചു എന്ന കാരണത്താൽ ആ മക്കളുടെ മക്കൾക്ക് കിട്ടാതെ പോകുന്നു. ഈ 2 ദ്രോഹവും അനാഥരോട് ചെയ്ത 2 ആൾക്കാരാണ്, ഇരട്ട ആൾക്കാരാണ് അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും മുഹമ്മദും. എന്നിട്ട് ആ റസൂലും ആ അള്ളയും കൂടിയാണ് ഇവിടെ അനാഥരുടെ സ്വത്ത് തിന്നുന്നവരുടെ പള്ളയിൽ തീ നിറക്കാൻ നടക്കുന്നത്. യഥാർത്ഥത്തിൽ പള്ളയിൽ തീ കോരിയിടേണ്ടത് ഇവർ 2 പേരുടെയും പള്ളയിലാണ്. കാരണം ഇവർ ചെയ്ത അത്രയും വലിയ ദ്രോഹം ലോക ചരിത്രത്തിൽ അനാഥരോട് വേറെ ആരും ചെയ്തിട്ടില്ല. ഇതാണ് ഖുർആൻ്റെ ദൈവീകതയുടെ ദൃഷ്ടാന്തങ്ങൾ.
ഇവിടെ അള്ളാഹു ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിലാവുകയും എന്നിട്ട് താൽക്കാലിക ഉത്തരവുകൾ ഇറക്കിയിട്ടും ചില കാര്യങ്ങളെ സ്റ്റേ ചെയ്ത് നിർത്തിയിട്ടും ഒക്കെ രണ്ടാമത് ആലോചിച്ച് പുതിയ നിയമം ഉണ്ടാക്കുകയും എന്നിട്ട് ആദ്യം ഇറക്കിയ താൽക്കാലിക ഉത്തരവുകൾ ഇൻവാലിഡാണെന്ന് പ്രഖ്യാപിക്കുകയും അത് ക്യാൻസലാക്കുകയും ഒക്കെ ചെയ്യുന്ന കോമഡിയാണ് ഖുർആനിൽ നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കോടതികൾക്ക് പോലും ഇതുപോലെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു പരാതി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതിനെക്കുറിച്ച് ഒരു പരാതി വന്നു, അതിന് കൊടുത്തിട്ടുള്ള പെർമിഷൻ ശരിയല്ല എന്ന് പറഞ്ഞ ഒരാളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കോടതി ആദ്യം ചെയ്യുക ആ വിഷയത്തിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തൽക്കാലം കൺസ്ട്രക്ഷൻ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേ ഉത്തരവ് കൊടുക്കും. പെർമിഷൻ കൊടുത്ത ഉത്തരവിനെ സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ആദ്യം ഇറക്കും, അല്ലെങ്കിൽ ഒരു ഇൻജങ്ഷൻ എന്ന് പറയും നടപടിയെടുക്കും, അതിനെ ആ കൺസ്ട്രക്ഷൻ നിർത്തിവെക്കാൻ ഉത്തരവിടും. എന്നിട്ട് രണ്ട് പക്ഷത്തുള്ള വക്കീലന്മാർ കോടതിയിൽ അതിൻ്റെ നിയമവശങ്ങൾ കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അതിൽ നിന്ന് ന്യായാധിപന്മാർ എന്താണ് നിയമവശമെന്ന് മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ വിധി പ്രഖ്യാപിക്കും. ആ യഥാർത്ഥ വിധി ചിലപ്പോൾ ഈ കൺസ്ട്രക്ഷൻ അനുകൂലമാണെങ്കിൽ കൺസ്ട്രക്ഷൻ തുടരാൻ പറയും, അതല്ല എങ്കിൽ അത് നിർത്തിവെച്ചിട്ട് അതിൻ്റെ പെർമിറ്റ് റദ്ദാക്കും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കോടതികൾ പോലും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കോടതികൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം എന്താണ് എന്ന് നിയമപരമായി പരിശോധിച്ച് മനസ്സിലാക്കി അതിലൊരു വിധി കൊടുക്കാൻ ആവശ്യമായ സമയം വേണ്ടതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യിക്കുകയും താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിക്കുകയും പിന്നീട് അന്തിമ തീരുമാനം വരുമ്പോൾ ആ താൽക്കാലിക ഉത്തരവ് ഇൻവാലിഡായി പോവുകയും ചെയ്യുന്നത്. ഇവിടെ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് നേരത്തെ എല്ലാം റെഡിമെയ്ഡ് തയ്യാറാക്കി വെച്ചിട്ട് ആ തയ്യാറാക്കി വെച്ച സാധനം ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് 23 കൊല്ലക്കാലം ഒരാളെ ജീവിതത്തിന് പ്രവാചകനായിട്ട് അയച്ച് ആ പ്രവാചകൻ്റെ മുമ്പിൽക്ക് അള്ളാഹു തന്നെ പ്ലാൻ ചെയ്തതനുസരിച്ച് ഇഷ്യൂസ് ഉണ്ടാവുകയും ആ ഇഷ്യൂസിന് പരിഹാരമായിട്ട് അപ്പോൾ ആവശ്യമുള്ള ഖുർആനായത്തുകൾ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇസ്ലാമിൻ്റെ ആളുകൾ നമ്മളെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനൊരു തീരുമാനം പറയാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിലാവുകയും എന്നിട്ട് കുറേ ഓടിപ്പാഞ്ഞ് നടന്നിട്ട് അതിന് സ്വന്തമായി ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അത് അവതരിപ്പിക്കുകയും അതിനു മുമ്പ് താൽക്കാലികമായ ഉത്തരവ് കൊടുത്തുകൊണ്ട് ഇതുപോലെയുള്ള പെൻഡിങ്ങിലിടുകയും സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കോമഡിയാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഖുർആനിൽ നമ്മൾ ഉടനീളം കാണുന്നത്. ഏത് വിഷയമായാലും ഖുർആനിൽ ഇതുപോലെയുള്ള കോമഡികൾ കാണാം. അപ്പോൾ ഖുർആൻ സമ്പൂർണനായിട്ടുള്ള സർവജ്ഞാനിയായിട്ടുള്ള എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ച ഒരു കിതാബിൽ നിന്ന് ജിബ്രീൽ കൊണ്ടുവരുന്നതാണോ അതോ മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് സന്ദർഭത്തിനനുസരിച്ച് രൂപപ്പെടുന്ന ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ വെച്ചിട്ട് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ സാമാന്യ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ അബ്ദുള്ള വാസിലൊക്കെ പറയുന്നത്. അവരോട് പിന്നെ നമ്മൾ എന്തു പറയാനാണ്? ഇനി 11, 12 എന്നീ വാക്യങ്ങൾ അനന്തരാവകാശത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്, അതിൻ്റെ ഓഹരികൾ ഏത് തോതിലൊക്കെയാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. അതിൻ്റെ തുടർച്ചയായി ഒരു ആയത്ത് കൂടി ഈ അധ്യായത്തിലുണ്ട്. ആ ആയത്ത് ഈ 2 കൂടെ 13ാമത്തെ വാക്യമായിട്ട് വരേണ്ടതായിരുന്നു. പക്ഷേ അത് ഈ അധ്യായത്തിൻ്റെ അവസാന 176ാമത്തെ ആയത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അനന്തരാവകാശത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന 3 ആയത്തുകളാണ് ഖുർആനിലുള്ളത്. ആ 3 ആയത്തുകളും ഈ അധ്യായത്തിലാണ് ഉള്ളത്. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്തുത ആയത്തുകൾ പരിശോധിച്ചാൽ ഇതിനേക്കാളും വലിയ തമാശകൾ നമുക്കവിടെ കാണാം. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ അങ്ങേയറ്റം ന്യൂനതകളുള്ളതാണ്, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്, അവ്യക്തതകൾ നിറഞ്ഞതാണ്. അതിനൊക്കെ ഉപരിയായിട്ട് അതിനകത്ത് അസമത്വത്തിൻ്റെയും അനീതിയുടെയും അംശങ്ങൾ വളരെ പ്രകടമായി കാണുന്നു എന്ന് മാത്രമല്ല, ഈ ഖുർആനിൽ അള്ളാഹു നിർദ്ദേശിക്കുന്ന ഓഹരി വെക്കലിൻ്റെ കണക്കുകൾ ഒരിക്കലും പ്രാവർത്തികമാക്കാനും പറ്റില്ല. അപ്രായോഗികമായ കണക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് കണക്കറിയില്ല എന്ന് പോലും ആർക്കും ബോധ്യമാവുന്നതാണ് ഖുർആനിലെ അനന്തരാവകാശ നിയമങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത വാക്യം മുതൽ ചർച്ച ചെയ്യുമ്പോൾ കടക്കാം. ആ ആയത്തുകൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും
ക്രിട്ടിക്കലായിട്ട് വിമർശന ബുദ്ധിയോടുകൂടി സമഗ്രമായി പരിശോധിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം ഒരു സമഗ്ര പഠനം എന്ന KK അബ്ദുൽ അലി മാഷിൻ്റെ ഈ പുസ്തകം. ഒരുപക്ഷെ ക്രിട്ടിക്കലായിട്ട് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൻ്റെ ന്യൂനതകൾ ഇതുപോലെ സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകം ഇസ്ലാമിക ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇസ്ലാമിക ലോകത്ത് ഇത് ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്, പക്ഷേ ഇതുപോലെ ക്രിട്ടിക്കലായിട്ട് സമഗ്രമായിട്ട് ചർച്ച ചെയ്യുന്ന പുസ്തകം ഇല്ല എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ഈ കാലത്ത് എങ്ങനെയാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ മാറ്റം വരുത്തി പരിഷ്കരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളുടെ ന്യൂനതകൾ ഇതിനകത്ത് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കണക്കുകൾ അപ്രായോഗികമാണ് എന്നതിന് നിരവധി ഉദാഹരണങ്ങളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. 272 പേജുള്ള ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശ വിതരണവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ അശാസ്ത്രീയതയെക്കുറിച്ചും അതിൻ്റെ അപ്രായോഗികതയെക്കുറിച്ചും അതിലെ ന്യൂനതകളെക്കുറിച്ചും അതിലെ മനുഷ്യത്വ നിഷേധത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഷയം പഠിക്കാൻ താല്പര്യമുള്ള സിവിൽ വക്കീലന്മാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പുസ്തകം ഉപകരിക്കും. ഇതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനന്തരാവകാശം ചർച്ച ചെയ്യുന്ന 11ാമത്തെ വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം.